മറ്റു വാർത്തയിലേക്ക് പോവാം. തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയും ഇന്നുമായാണ് വെറ്റിലപ്പാറയിൽ വിവിധയിടങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ചത്. ഇന്ന് വെളുപ്പിന് ഒരു കൂട്ടം ആനകൾ വന്ന് വാഴ കുറേ കളഞ്ഞു. 100 വാഴ കളഞ്ഞു. തെങ്ങ്, ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് വരണേ. ഇവിടെ അധികാരികൾ ഇതിനു വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾ കൃഷിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഈ വാർത്തയുടെ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ഉണ്ട്. അനീഷ്, മലയോര മേഖലയിൽ വന്യമൃഗാക്രമണങ്ങൾ രൂക്ഷമാകുന്നു. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ അടക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ശല്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കൃഷി മുഴുവനായി നശിപ്പിച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എങ്ങനെയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ? തുളസി, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് ഈ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. വെറ്റിലപ്പാറ സ്വദേശി തൈവളപ്പിൽ അശോകൻ എന്ന ആളുടെ 150-ലധികം കുലച്ച വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ഇവിടെ മാത്രമല്ല, ഇതിന് സമീപത്തായിട്ടുള്ള മറ്റ് പല കൃഷിയിടങ്ങളിലും തെങ്ങുകളും വാഴകളും ഉൾപ്പെടെ ഉള്ള കൃഷികൾ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ തൈവളപ്പിൽ അശോകൻ എന്ന് പറയുന്ന ആൾ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്തു വരുന്ന ഒരു ആള് കൂടിയാണ്. അദ്ദേഹത്തിന്റെ സാഹചര്യം വളരെ ദുഷ്കരമാണ്. കാരണം സ്വന്തം ഭൂമി പോലുമല്ല, പണം നൽകി വാടകയ്ക്ക് എടുത്ത സ്ഥലത്താണ് ഈ കൃഷി നടത്തുന്നത് എന്നാണ് ഏറെ ഖേദകരം. കുലച്ച വാഴകളാണ് അദ്ദേഹത്തിന്റെ നശിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച ശേഷം വനപാലകരെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ആനകളെ തിരികെ കാട് കയറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചാലക്കുടി DFO ഓഫീസിന് മുന്നിൽ ചാലക്കുടി MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ വന്യമൃഗ ശല്യം തടയണം, വേണ്ട രീതിയിൽ വനപാലകർ ഇടപെടണം എന്ന ആവശ്യത്തിൽ ഒരു സത്യാഗ്രഹ സമരം വരെ സംഘടിപ്പിച്ചിരുന്നു. ബെന്നി ബെഹനാൻ MP ആണ് ആ സത്യാഗ്രഹം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. ഇനിയെങ്കിലും ഈ മേഖലയിലുള്ള കാട്ടാന ശല്യം ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടന്നത്. സമരം നടത്തി അന്ന് രാത്രി, അതായത് ഇന്നലെ രാത്രി തന്നെ കാട്ടാന വീണ്ടും ഈ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി മാത്രമല്ല, ഇന്ന് രാവിലെ കൂടി ഇറങ്ങി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വനമേഖലയിൽ നിന്ന് ഇറങ്ങിയ കാട്ടാന ഏറെ നേരം റോഡിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. വനപാലകർ ഉൾപ്പെടെയുള്ളവരെ ഓടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ സഹിതം വാർത്ത കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് ഈ ആന ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചുള്ളൂ. ഇവിടെ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല എന്നൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ അവർ അറിയിച്ചത്. അതായത് ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനം പോലും വനംവകുപ്പിനില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഈ ആന ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ എത്തിയതോടുകൂടിയാണ് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങി ആനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. ഈ മേഖലയിൽ കാലങ്ങളായി നമുക്കറിയാം, ആഴ്ചയിൽ 3 തവണയെങ്കിലും ചുരുങ്ങിയത് ഈ മേഖലയിൽ വന്യമൃഗ ശല്യം ഉള്ള ഒരു മേഖലയാണ് ഈ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ മേഖല. കാട്ടാന മാത്രമല്ല, പുലി ഉൾപ്പെടെ വലിയ വന്യമൃഗങ്ങളുടെ ശല്യം ഈ മേഖലയുണ്ട്. ആളുകളെ ആക്രമിക്കുന്ന സ്ഥിതി വരെ കാട്ടാനയുടെ ഭാഗത്തുനിന്നുണ്ട്. കൃഷിക്ക് മാത്രമല്ല, ആളുകൾക്ക് പോലും, തോട്ടം തൊഴിലാളികൾക്ക് പോലും, വിനോദ സഞ്ചാരികൾക്ക് പോലും ഭീഷണിയോടെയാണ് ഈ ഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിൽ നിന്നും എത്തിയ ഒരു ദമ്പതികൾ ബൈക്കിൽ വരുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ച് ആ ദമ്പതിയെ അടിക്കുന്ന, തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണമാണ് ഈ മേഖലയിൽ ഉള്ളത്. കാട്ടാന മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുലിയുടെ ആക്രമണം കൂടിയുണ്ട്. എന്തായാലും വനപാലകര് ഈ വിഷയത്തിൽ വേണ്ടത്ര രീതിയിൽ ഇടപെടൽ ഉണ്ടാകണം. അതായത് കൃഷിക്കും മനുഷ്യജീവനും വേണ്ടത്ര രീതിയിൽ ഇടപെട്ട് സംരക്ഷണം നൽകണമെന്നാണ് ഈ മേഖലയിലുള്ള കൃഷിക്കാരുടെയും അതുപോലെ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും ആവശ്യം. തുളസി. ശരി അനീഷ്, തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് കാട്ടാനയുടെ ആക്രമണം. കൃഷി വ്യാപകമായി നശിപ്പിച്ച നിലയിലാണുള്ളത്. ഇന്നലെയും ഇന്നുമായാണ് വെറ്റിലപ്പാറയിൽ വിവിധയിടങ്ങളിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. വാർത്തയുടെ വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.